ദ സിഗ്നേച്ചർ ഓഫ് ലവ് മീര ഭാഗം 47. അതൊക്കെ വെറും തോന്നലുകളാണ് മീര. ഡാനിയുടെ ശബ്ദത്തിൽ ഒരു നേർത്ത വിറയൽ പടർന്നു. അവനിലെ കാമുകൻ അവൻ്റെ തന്നെ ഉള്ളിലെ സത്യത്തെ പുറത്തെടുക്കുകയായിരുന്നു. എൻ്റെ മനസ്സിൻ്റെ ഏതൊക്കെയോ കോണുകളിൽ ഞാനും ഒരു കള്ളം ഒളിപ്പിക്കുന്നുണ്ട്. എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ നാട്ടിലേക്ക് വന്നതെന്ന വലിയ കള്ളം. പക്ഷേ സത്യം അതല്ല മീര. എന്നേക്കാളേറെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ ഇരുളടഞ്ഞ വഴികളിൽ പ്രകാശം പരത്തേണ്ട സൂര്യനാണ് നീ. ആ സൂര്യനെ തേടിയാണ് ഞാൻ വന്നത്. അവൻ കുറച്ചു നേരം നിശബ്ദനായി. ആ നിശബ്ദതയിൽ അവരുടെ ശ്വാസതാളം പോലും പ്രതിധ്വനിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവൻ തുടർന്നു. നിന്നെ പിരിഞ്ഞ ആ കറുത്ത ദിവസം മുതൽ ഈ നിമിഷം വരെ ഈ ഡാനിക്ക് ഒരൊറ്റ സ്വപ്നമേ ഉണ്ടായിരുന്നുള്ളൂ. നിന്നോടൊപ്പമുള്ള മനോഹരമായൊരു ജീവിതം. സത്യത്തിൽ ഞാൻ ചതിച്ചത് എൻ്റെ മകളെയാണ്. അവളോട് മാത്രമാണ് ഞാൻ കള്ളം പറയുന്നത്. ഈ യാത്ര അവൾക്ക് വേണ്ടിയാണെന്ന്. ഒരിക്കലുമല്ല മീര. എൻ്റെ ഓരോ ചുവടുവയ്പ്പും നിനക്ക് വേണ്ടി മാത്രമാണ്. എൻ്റെ മകൾ അമ്മയില്ലാതെ ജീവിക്കാൻ പഠിച്ചു കഴിഞ്ഞു. പക്ഷേ നീ ഇല്ലാതെ ജീവിക്കാൻ ഈ ഡാനി ഇനിയും പഠിച്ചിട്ടില്ല. എൻ്റെ ജീവിതയാത്രയിൽ എൻ്റെ തോളോട് ചേർന്ന് നീ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ ലോകം എത്ര സുന്ദരമായേനെ. വരില്ലേ നീ എനിക്കൊപ്പം? അവസാന വാചകം ചോദിക്കുമ്പോൾ ഡാനിയുടെ ശബ്ദം ഒരു യാചന പോലെ നേർത്തുപോയി. അവൻ്റെ കണ്ണുകളിൽ പ്രതീക്ഷയുടെയും വേദനയുടെയും നിഴലുകൾ മാറി മറിഞ്ഞു. ഡാനി, നീ എന്തൊക്കെയായി പറയുന്നത്? മീര അവനിൽ നിന്നും ദൃഷ്ടി മാറ്റി ദൂരേക്ക് നോക്കി. അവളുടെ വാക്കുകളിൽ ഒരുതരം വിറയലുണ്ടായിരുന്നു. നീ തിരിച്ചു പോകണം. നിന്റെ ജീവിതത്തിലേക്ക് വരാൻ എനിക്കാവില്ല. ഞാൻ ഒരിക്കലും നിന്നെ പ്രണയിച്ചിട്ടില്ല. ആ വാക്കുകൾ പുറത്തേക്ക് വരുമ്പോൾ അവളുടെ ഉള്ളിൽ ഒരു കടൽ ഇരമ്പുന്നുണ്ടായിരുന്നു. ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നൊരു തേങ്ങൽ തൊണ്ടക്കുഴിയിൽ വന്ന് തടഞ്ഞു നിന്നു. കള്ളം പറഞ്ഞ് ശീലമില്ലാത്ത അവളുടെ അധരങ്ങൾ വിറച്ചു. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. ഡാനി അവളുടെ കൈകളിൽ മെല്ലെ പിടിച്ചു. നിന്റെ വാക്കുകളല്ല മീര, നിന്റെ കണ്ണുകളാണ് ഞാൻ വായിക്കുന്നത്. ആ കണ്ണുകൾ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട് നിനക്ക് എന്നോടുള്ള പ്രണയം. എന്നിട്ടും എന്തിനാണ് മീര നീ ഇങ്ങനെ സ്വയം വഞ്ചിക്കുന്നത്? എന്തിനാണ് ഈ സ്നേഹത്തെ അംഗീകരിക്കാൻ നിനക്ക് ഇത്ര ഭയം? നീ ഇപ്പോൾ ഈ ജീവിതത്തിൽ തനിച്ചാണ് മീര. നിന്നെ ഈ നാട്ടിൽ പിടിച്ചു നിർത്താൻ ഇനി യാതൊന്നുമില്ല. ഇനിയെങ്കിലും നിനക്ക് എന്നോടൊപ്പം വന്നുകൂടെ? ഡാനിയുടെ ആ വാക്കുകളിൽ വല്ലാത്ത ആകുലത നിറഞ്ഞു നിന്നു. അവൻ അവളുടെ അരികിലേക്ക് അല്പം കൂടി നീങ്ങി ഇരുന്നു കൊണ്ട് തുടർന്നു. നീ പ്രാണന് തുല്യം സ്നേഹിച്ച നിന്റെ മകൻ അലോഷി പോലും ഇപ്പോൾ നിന്നെ വെറുക്കുന്നു. ഒരമ്മയോട് ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് അവൻ നിന്നോട് വിളിച്ചു പറഞ്ഞത്. ഇനിയും അങ്ങനെയൊന്ന് കേൾക്കേണ്ടി വന്നാൽ നിനക്കത് താങ്ങാൻ കഴിയില്ല മീര. നിന്റെ തകർച്ച കാണാൻ എനിക്കാവില്ല. ഡാനിയുടെ ശബ്ദം വല്ലാതെ ഇടറുന്നുണ്ടായിരുന്നു. മീര സാവധാനം തല ഉയർത്തി അവനെ നോക്കി. അവളുടെ കണ്ണുകളിൽ അപ്പോൾ നിറഞ്ഞു നിന്നത് വേദനയല്ല, മറിച്ച് തളരാത്ത ഒരു ദൃശ്യദാഷ്ട്യമായിരുന്നു. എല്ലാം നീ കാരണമാണ് ഡാനി, അവൾ ശാന്തമായി പറഞ്ഞു. ഒന്നും നീ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലായിരിക്കാം. പക്ഷേ നേരിട്ടല്ലെങ്കിലും എൻ്റെ ജീവിതത്തിലെ ഈ തകർച്ചയ്ക്ക് പിന്നിൽ നിന്റെ പേരുണ്ട്. ആൽബി എന്ന ചെകുത്താൻ എനിക്കായി ഒരുക്കിയ ചതിക്കുഴിയിൽ ഞാൻ വീണുപോയി. പക്ഷേ അതിലൊന്നും എനിക്ക് പരാതിയില്ല. എത്ര ദൂരെയാണെങ്കിലും എൻ്റെ മകൻ്റെ ഹൃദയസ്പന്ദനം ഉയരുന്ന ഈ മണ്ണിൽ എനിക്ക് സമാധാനത്തോടെ ശ്വസിക്കാനാകും. അവനില്ലാത്ത ഒരു ലോകത്തേക്ക് എനിക്ക് വരാനാകില്ല. അവൾ ഒരു നിമിഷം നിർത്തി ഒരു ദീർഘനിശ്വാസത്തോടെ തുടർന്നു. പിന്നെ മീരയുടെ ജീവിതവും പ്രണയവും അതൊക്കെ എന്നോ ഒരാളിൽ മാത്രമായി അവസാനിച്ചതാണ്. ഈ ഒരു ജന്മത്തേക്ക് മാത്രമല്ല, ഇനി 7 ജന്മങ്ങൾ ജനിച്ചാലും എനിക്ക് ആവശ്യമുള്ളത്ര പ്രണയം എൻ്റെ കിച്ചു എനിക്ക് നൽകിയിട്ടുണ്ട്. അവനിപ്പോൾ മറ്റൊരാളുടേതാവാം, പക്ഷേ അതിനും അവൻ്റേതായ കാരണങ്ങൾ കാണും. അവൻ എന്നോട് അങ്ങനെയൊന്നും ചെയ്യാനാകില്ല എന്ന് എൻ്റെ മനസ്സ് ഇപ്പോഴും പറയുന്നു. ഇനിയുള്ള കാലം അവൻ്റെ ഓർമ്മകളിൽ മാത്രം അഭയം പ്രാപിച്ച് ഞാൻ ജീവിച്ചു ഭരിച്ചോളാം. മീരയുടെ വാക്കുകൾ ഒരു ഇടിമിന്നൽ പോലെയാണ് ഡാനിയുടെ ഉള്ളിൽ പതിച്ചത്. തൻ്റെ പ്രതീക്ഷകളുടെ അവസാന കതിര് മറ്റുപോകുന്നത് അവൻ നിശബ്ദമായി നോക്കി നിന്നു. മീര, അവൾ ഇപ്പോഴും കിച്ചുവിനെ മാത്രമാണ് ശ്വസിക്കുന്നത്. ആ ഓർമ്മകളുടെ തണലിൽ ശേഷിച്ച കാലം ജീവിച്ചു തീർക്കാനാണ് അവൾക്കിഷ്ടം.
താൻ പ്രാണന് തുല്യം സ്നേഹിച്ചവൻ മറ്റൊരാൾക്കൊപ്പം ജീവിതം തുടങ്ങി എന്നറിഞ്ഞിട്ടും അവളുടെ ഉള്ളിലെ പ്രണയാഗ്നിക്ക് ഒരു തരി പോലും കുറവ് വന്നിട്ടില്ല. അപ്പോൾ പിന്നെ യഥാർത്ഥത്തിൽ കിച്ചുവിന് എന്താണ് സംഭവിച്ചതെന്ന സത്യം മീര അറിഞ്ഞാൽ അവളുടെ പ്രതികരണം എന്തായിരിക്കും? ഡാനി സ്വയം ചോദിച്ചു. ആ ചോദ്യം അവൻ്റെ ഉള്ളിൽ ഒരു നീറ്റലായി പടർന്നു. മീരയുടെയും കിച്ചുവിൻ്റെയും അനശ്വരമായ സ്നേഹത്തിൻ്റെ പനിനീർ പുഷ്പങ്ങൾക്കിടയിൽ തൻ്റെ പ്രണയം വെറും ഒരു കടലാസ് പൂവ് മാത്രമായി മാറുന്നുവെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ആ കനത്ത സത്യത്തിനു മുൻപിൽ താൻ വീണ്ടും തോറ്റുപോയിരിക്കുന്നു എന്ന ബോധ്യം ഡാനിയെ വല്ലാതെ തകർത്ത് കളഞ്ഞു. എങ്കിലും അവസാനമായി ഒരു ശ്രമം കൂടി നടത്താൻ അവൻ തീരുമാനിച്ചു. മീര, സിസ്റ്റർ പറഞ്ഞത് കേട്ടില്ലേ? ഇനി നിനക്കിങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാനാകില്ല. നിനക്ക് വേണ്ടി സിസ്റ്റർ ഒരു വരനെ കണ്ടെത്തി കഴിഞ്ഞു. ആരുടെ മുന്നിലാണെങ്കിലും നിനക്ക് നിന്റെ തീരുമാനങ്ങൾ മാറ്റേണ്ടി വരും. അയാൾക്ക് വേണ്ടി നിനക്ക് നിന്റെ കിച്ചുവിനെ മറക്കേണ്ടി വരും. അത് പറഞ്ഞുകൊണ്ട് ഡാനി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവൻ്റെ ശബ്ദത്തിൽ ഇപ്പോൾ പ്രണയത്തെക്കാൾ ഉപരി ഒരുതരം യാചനയായിരുന്നു. എങ്കിൽ പിന്നെ ആ സ്ഥാനത്ത് നിനക്ക് എന്നെ കണ്ടുകൂടെ? എന്നെ വിവാഹം കഴിച്ചുകൂടെ മീര? നീ എന്നെ സ്നേഹിക്കണമെന്ന് ഞാൻ നിർബന്ധിക്കില്ല. പക്ഷേ മരണം വരെ എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ നീ ഉണ്ടായാൽ മാത്രം മതി. അത്രയെങ്കിലുമൊക്കെ നീ ഈ മനുഷ്യന് നൽകിക്കൂടെ? എൻ്റെ മകൾക്ക് ഒരമ്മയെങ്കിലും എന്നും കണ്ടുകൊണ്ടിരിക്കാമല്ലോ. തൻ്റെ പ്രണയത്തെ അവൾ ഒരിക്കലും അംഗീകരിക്കില്ലെന്ന് ഉറപ്പായപ്പോൾ ഒരഭയസ്ഥാനത്തായെങ്കിലും അവളുടെ ജീവിതത്തിൽ ഇടം പിടിക്കാനുള്ള ഡാനിയുടെ അവസാന ശ്രമം അന്തരീക്ഷത്തിൽ വിങ്ങലായി തങ്ങി നിന്നു. ഞാൻ വരില്ല ഡാനി, എനിക്ക് വരാനാകില്ല. നീ ഇപ്പോൾ തന്നെ തിരിച്ചു പോകണം. എനിക്കിനി നിന്നെയോ നിന്റെ മകളെയോ കാണാൻ ആഗ്രഹമില്ല. ആ വാക്കുകൾ ഓരോന്നായി പുറത്തേക്ക് വരുമ്പോൾ തൻ്റെ ഹൃദയം മുറിഞ്ഞ് ചോര വാർന്നൊഴുകുന്നത് മീര അറിയുന്നുണ്ടായിരുന്നു. താൻ നിഷേധിക്കുന്നത് വെറും ഒരു പ്രണയത്തെയല്ല, ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാൻ സാധ്യതയില്ലാത്ത തൻ്റെ ജീവൻ്റെ പാതിയാണെന്ന് അവൾക്ക് നല്ലാത്ത ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ അവൾക്ക് പിടിച്ചു നിന്നേ മതിയാകൂ. എല്ലാവരേക്കാളും എനിക്ക് വലുത് എൻ്റെ അലോഷിയാണ്, അവൻ്റെ സ്നേഹമാണ്. അമേലിയയുടെ ആ നിഷ്കളങ്കമായ മുഖം ഒരു തവണ കൂടി കണ്ടാൽ ചിലപ്പോൾ ഡാനിയോടൊപ്പം പോകാൻ തൻ്റെ കൈകൾ താനെ നീണ്ടുപോയേക്കാം. അതിനനുവദിക്കരുത്. അവൾ തൻ്റെ മനസ്സിനെ വീണ്ടും വീണ്ടും മന്ത്രിച്ചു പിടിപ്പിച്ചു. കണ്ണുനീർ തുള്ളികൾ പുറത്തേക്ക് വരാതിരിക്കാൻ ഉള്ളിൽ കത്തിയെരിയുന്ന പ്രണയാഗ്നിയെ അവൾ കണ്ണുകളിലേക്ക് ആവാഹിച്ചു. ആ വേദനയെ നീരാവിയാക്കി പുറത്തുവിടാൻ അവൾ കഠിനമായി പരിശ്രമിച്ചു. അവർക്കിടയിൽ മൗനം ഒരു കരിമ്പടം മൂടിപ്പുതച്ച് നിന്നപ്പോഴാണ് സിസ്റ്ററുടെ ശബ്ദമുയർത്തി ഉയർന്നത്. മിസ്റ്റർ ഡാനി, നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞോ? മീരയുടെ തീരുമാനം എന്താണ്? അതറിഞ്ഞിട്ട് വേണം പുറത്ത് കാത്തു നിൽക്കുന്ന ആളെ ഇവിടേക്ക് വിളിക്കാൻ. ആ വാക്കുകൾ കേട്ടപ്പോൾ മീര ഞെട്ടലോടെ തല ഉയർത്തി സിസ്റ്ററെ നോക്കി. അവളുടെ കണ്ണുകളിൽ അറിയാതെ ഒരു യാചനയുടെ നിഴൽ പടർന്നു. പക്ഷേ ഡാനിയുടെ മറുപടി അവളെ തളർത്തിക്കളഞ്ഞു. ഇല്ല സിസ്റ്റർ, മീര ഞങ്ങൾക്കൊപ്പം വരുന്നില്ല. ഡാനിയുടെ ശബ്ദത്തിൽ ഒരുതരം മരവിപ്പ് പടർന്നിരുന്നു. ഞങ്ങളോടൊപ്പം വരാൻ അവൾക്ക് താല്പര്യമില്ല. നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോകാൻ ഞങ്ങൾക്കിടയിൽ ഇപ്പോൾ ബന്ധങ്ങളൊന്നും ബാക്കിയില്ലല്ലോ. ഇനി ഇവിടെ തങ്ങുന്നതിൽ അർത്ഥമില്ല. ഞങ്ങൾ ഉടനെ തന്നെ തിരിച്ചു പോകും. സത്യത്തിൽ ഞങ്ങൾ ഇവിടേക്ക് വരാൻ പാടില്ലായിരുന്നു. ഡാനിയിൽ നിന്നും വേദനിപ്പിക്കുന്ന ആ വാക്കുകൾ പുറത്തേക്ക് വരുമ്പോൾ സിസ്റ്റർ ഡാനിയെ നോക്കി രഹസ്യമായി കണ്ണു ചിമ്മി കാണിച്ചു. തകർന്നുപോയ ഡാനിയുടെ ഉള്ളിൽ ഒരു പുതിയ പ്രതീക്ഷയുടെ തിരുനാളം കൊളുത്തുന്ന പോലെയായിരുന്നു ആ നോട്ടം. സിസ്റ്ററമ്മേ, എനിക്ക് ആരെയും വിവാഹം കഴിക്കേണ്ട. ഞാൻ ഇങ്ങനെ പൊയ്ക്കോളാം. എനിക്ക് ആരെയും കാണണ്ട, പ്ലീസ്. മീര കൈകൂപ്പിക്കൊണ്ട് സിസ്റ്റർ തെരേസയുടെ മുൻപിൽ വിറയലോടെ നിന്നു. അവളുടെ കണ്ണുകളിൽ ഭയവും അപേക്ഷയും ഒരുപോലെ നിഴലിച്ചിരുന്നു. അത് നടക്കില്ല മീര. സിസ്റ്റർ തെരേസയുടെ ശബ്ദം ഉറച്ചതായിരുന്നു. നിനക്ക് ഡാനിയുമായി അങ്ങനെ ഒരു ബന്ധമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ മറ്റൊന്നും നോക്കാനില്ല. നീ കാത്തിരിക്കുന്നവൻ ഒരിക്കലും നിന്നെ തിരക്കി വരാനും പോകുന്നില്ല. അവനിപ്പോൾ കുടുംബവും കുട്ടികളുമായി എവിടെയെങ്കിലും സന്തോഷമായി ജീവിക്കുന്നുണ്ടാകും. മീര, നിനക്ക് ഒരിക്കലെങ്കിലും അവൻ്റെ മുൻപിൽ വിജയിച്ച് കാണിക്കണ്ടേ? സിസ്റ്ററുടെ വാക്കുകൾ മീരയുടെ നീറുന്ന മുറിവിലേക്ക് തീ കോരിയിടുന്നത് പോലെയായിരുന്നു. എനിക്ക് ആരുടെ മുൻപിലും ജയിക്കേണ്ട സിസ്റ്റർ. എങ്ങനെയെങ്കിലും ഈ ജീവിതം ഒന്ന് ജീവിച്ച് തീർത്താൽ മാത്രം മതി, അവൾ തളർച്ചയോടെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അലോഷി പറയുന്നത് പോലെ നിനക്ക് മറ്റാരുമായി ബന്ധമില്ലെന്ന് തെളിയിക്കാൻ നീ ഈ വിവാഹത്തിന് സമ്മതിച്ചേ പറ്റൂ.
ഇനിയുള്ള കാലം നിനക്കൊരു തുണ വേണ്ടേ? നിന്റെ ഭൂതകാലവും വർത്തമാനവും എല്ലാം അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വരുന്നത്. അല്പം പ്രായക്കൂടുതലുണ്ടെന്നത് മാറ്റി നിർത്തിയാൽ ബാക്കിയെല്ലാം അനുയോജ്യമാണ്. വെറുമൊരു കൂടിക്കാഴ്ച. നിങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെട്ടാൽ നാളെ തന്നെ വിവാഹം. ആർഭാടങ്ങളൊന്നും വേണ്ടെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ട്. ഒരു രജിസ്റ്റർ മാരേജ്, അത്രമാത്രം. സിസ്റ്റർ തെരേസയുടെ ഓരോ വാക്കുകളും മീരയെ ഞെട്ടിച്ചുകൊണ്ടേയിരുന്നു. അവളുടെ ഉള്ളിൽ നിന്നും അണപൊട്ടിയ കണ്ണുനീർ തുള്ളികൾ കവിളുകളിലൂടെ ഒഴുകി നിലത്തേക്ക് പതിച്ചു. എന്തിനാ മീര നീ ഇങ്ങനെ കരയുന്നത്? ഇവിടെ തെരഞ്ഞെടുപ്പ് നിന്റേതാണ്. നീ എന്തെങ്കിലും ഡാനിയെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് അവനോടൊപ്പം പോകാം, അവന് വിവാഹവും കഴിക്കാം. അതിലെനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ അങ്ങനെ എന്തെങ്കിലും നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ അത് ഇപ്പോൾ പറയണം. ജോസഫ് നിന്നെ വന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വാക്ക് മാറ്റാൻ കഴിയില്ല. സിസ്റ്റർ അവസാനത്തെ ഒരു താക്കീതെന്നോണം പറഞ്ഞു. ആ വാക്കുകൾ മീരയെ വല്ലാത്ത ധർമ്മസങ്കടത്തിലേക്ക് തള്ളിയിട്ടു. തൻ്റെ ഉള്ളിലെ പ്രണയത്തെയും മകനോടുള്ള കടമയെയും സിസ്റ്റർ മുന്നോട്ട് വെച്ച പുതിയ ജീവിതത്തെയും കുറിച്ചുള്ള ചിന്തകൾ അവളുടെ ഉള്ളിൽ ഒരു ചുഴി പോലെ കറങ്ങിക്കൊണ്ടേയിരുന്നു. മോളെ, നിന്റെ രക്ഷ വിവാഹമെന്ന കൂതാശയിലൂടെയാണ് ഞാൻ കാണുന്നത്. എനിക്കിനി എത്ര കാലം ആയുസ്സുണ്ടെന്നറിയില്ല കുട്ടി. അതിനു മുൻപ് നിന്നെ സുരക്ഷിതമായ കരങ്ങളിൽ ഏൽപ്പിക്കണം. മരണം വരെ നിനക്ക് സുഖമായി ജീവിക്കാനുള്ള സ്വത്ത് അയാൾക്കുണ്ട്. ജോസഫിന്റെ കാര്യത്തിൽ നിന്റെ മകൻ അലോഷിക്കും പൂർണ്ണ സമ്മതമായിരിക്കും. എന്തു പറയുന്നു മീര? സിസ്റ്ററുടെ ആ ചോദ്യം മീരയുടെ നെഞ്ചിൽ കൂരമ്പുകൾ പോലെ വന്നു തെറിച്ചു. അവളുടെ മറുപടിക്കായി സിസ്റ്റർ പ്രതീക്ഷയോടെ അവളെ നോക്കി നിന്നു. വേണ്ട സിസ്റ്റർ, എനിക്ക് ആരെയും വിവാഹം കഴിക്കാനാകില്ല. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. എന്നെ വെറുതെ വിട്ടാൽ മാത്രം മതി, തളർച്ചയോടെ മീര പറഞ്ഞു. നടക്കില്ല മീര. ഇത്രയും കാലം ഞാൻ നീ പറയുന്നത് കേട്ടുകൊണ്ട് നിന്റെ കൂടെ തന്നെ നിന്നു. പക്ഷേ ഇപ്പോൾ നിന്റെ ജീവിതം എന്നെയും ബാധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എൻ്റെ ഈ സന്യാസ ജീവിതത്തിൻ്റെ സായന്തനത്തിൽ ഞാനും പലതും കേൾക്കേണ്ടി വരുന്നു. ഇനി അത് അനുവദിക്കാനാകില്ല. ഞാൻ ജോസഫിനെ അകത്തേക്ക് വിളിക്കുകയാണ്. കടുത്ത വാക്കുകൾ കൊണ്ട് അവളെ ആവോളം വേദനിപ്പിച്ചുകൊണ്ട് സിസ്റ്റർ പുറത്തേക്ക് നടന്നു. എങ്കിലും മീരയുടെ ഒരു പിൻവിളിക്കായി അവർ കാതോർത്തു. പക്ഷേ മീര നിശബ്ദയായിരുന്നു. പെട്ടെന്നാണ് ഡാനിയുടെ ശബ്ദം മുഴങ്ങിയത്. സിസ്റ്റർ, ഒരു മിനിറ്റ്. ഇനി ഞാനിവിടെ നിൽക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഞാൻ പോകുകയാണ്. മീരയുടെ ജീവിതത്തിൽ നന്മകൾ മാത്രം നടക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത്രയും നേരം എന്നെ സംസാരിക്കാൻ അനുവദിച്ചതിന് ഹൃദയം നിറഞ്ഞ നന്ദി. ഡാനി സിസ്റ്റർക്ക് നേരെ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു. മീര ഞെട്ടലോടെ ഡാനിയെ നോക്കി. അവൻ്റെ കണ്ണുകളിൽ തളം കെട്ടി നിൽക്കുന്ന ആ വേദന അവളുടെ ഹൃദയത്തെ തകർത്തു കളഞ്ഞു. പോകരുത് എന്നുറക്കെ വിളിച്ചു പറയാൻ അവളുടെ നാവുകൾ കുതിച്ചു. പക്ഷേ എന്തോ ഒന്ന് അവളെ തടഞ്ഞു. വിറയ്ക്കുന്ന ചുണ്ടുകളോടെ തല കുനിച്ച് അവൾ വെറും ഒരു പ്രതിമയെപ്പോലെ നിന്നു. തൻ്റെ പ്രണയം തോറ്റു പിന്മാറുന്നത് നോക്കി നിൽക്കാൻ പോലും ആകാതെ അവൾ ആ മൗനത്തിൽ സ്വയം ഉരുകുകയായിരുന്നു. എന്തായാലും ഇത്ര ദൂരം വന്നതല്ലേ, നാളെ ഇവരുടെ വിവാഹം കൂടി കഴിഞ്ഞിട്ട് പോയാൽ മതി. നിങ്ങൾക്ക് ഗസ്റ്റ് റൂമിൽ താമസ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പിന്നെ താനിവിടെ നിൽക്ക്, മീരയുടെ വരനെ കൂടി കാണാമല്ലോ. സിസ്റ്റർ അത് പറഞ്ഞപ്പോൾ ഡാനി നിശബ്ദനായി തല കുനിച്ച് മീരയുടെ മുൻപിലിരുന്നു. ആ വാക്കുകൾ അവൻ്റെ ഉള്ളിൽ ഒരു കനലായി എരിഞ്ഞു. ജോസഫ്, നിങ്ങളിങ്ങ് വന്നായിരുന്നോ? വായോ, നമുക്ക് അകത്തേക്കിരിക്കാം. ഇവിടേക്ക് വരാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ? വാതിൽക്കൽ തൻ്റെ ഊഴവും കാത്തു നിൽക്കുന്ന ജോസഫിനെ നോക്കി സിസ്റ്റർ ചോദിച്ചു. അകത്തേക്ക് കടന്നു വന്ന ആളെ ഡാനി അത്ഭുതത്തോടെ നോക്കി. ഗോൾഡൻ കളർ സിൽക്ക് ഷർട്ടും അതിന് പുറത്തേക്ക് തങ്ങി നിൽക്കുന്ന കനത്ത സ്വർണമാലയുമായിട്ടായിരുന്നു അയാളുടെ വരവ്. മുറുക്കി ചുമപ്പിച്ച വായുടെ കോണിലൂടെ മുറുക്കൻ ഒലിച്ചിറങ്ങുന്നു. അടിവസ്ത്രം പുറത്തു കാണുന്ന വിധത്തിൽ അലക്ഷ്യമായി ഉടുത്തിരിക്കുന്നുമുണ്ട്. വേഷത്തിലും ഭാവത്തിലും ആവോളം വൃത്തികേടുകൾ അയാൾ വാരി നിറച്ചിരിക്കുന്നു. ഒരു അധ്യാപകനായ ജോസഫിന്റെ ആ അപ്രതീക്ഷിത ഭാവപ്പകർച്ച കണ്ട് സിസ്റ്റർക്ക് ഉള്ളിൽ ചിരി വന്നു. ഡാനിയുടെ കണ്ണുകളിലും ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞെങ്കിലും ഉള്ളിലെ വേദന അതിനെ പെട്ടെന്ന് തന്നെ മായ്ച്ചു കളഞ്ഞു. എന്ത് ബുദ്ധിമുട്ട്! ഈ നാടും സിസ്റ്ററും ഒക്കെ എല്ലാവർക്കും പ്രിയപ്പെട്ടതല്ലേ? അകത്തേക്ക് കടന്നു വന്ന ജോസഫ് ഗമയിൽ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇനിയൊരു വിവാഹം വേണ്ടെന്നാണ് ഞാൻ കരുതിയത്. പഴയതുപോലെയല്ല, ഒട്ടും കപ്പാസിറ്റി ഇല്ല. എന്നാലും ഒരു പെൺകൊച്ചിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമല്ലേ? തന്നെയുമല്ല, സിസ്റ്റർ പറഞ്ഞാൽ പിന്നെ കേൾക്കാതിരിക്കാനും ആകില്ലല്ലോ. ജോസഫിന്റെ വാക്കുകൾ കേട്ട് മീര ഞെട്ടലോടെ തല ഉയർത്തി നോക്കി.
അവളുടെ കണ്ണുകളിൽ അറപ്പും ഭയവും ഒരുപോലെ നിറഞ്ഞു. ആ നിമിഷമാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ അമൽ അവിടേക്ക് കടന്നു വന്നത്. എടോ, താനാ ജോസഫ് അല്ലേ? തനിക്കെന്താ ഇവിടെ കാര്യം? അമലിൻ്റെ ആ ചോദ്യം കേട്ടതും അവിടെ ഉണ്ടായിരുന്നവരുടെ ഭാവങ്ങൾ മാറി മറിഞ്ഞു. ഓ, അമൽ മോനോ? ഞാൻ ഇവിടെ ഒരു പെൺകുട്ടിക്ക് ചെറിയൊരു സഹായം, എന്നാൽ പിന്നെ അതങ്ങ് ചെയ്തു കൊടുത്തേക്കാം എന്ന് കരുതി. ജോസഫ് തൻ്റെ പുറം കൈകൊണ്ട് ചുണ്ടിലെ മുറുക്കൻ നീര് തുളച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് വിദ്യാഭ്യാസം കുറവാണെങ്കിലും ദൈവം ആവശ്യത്തിന് പണം വാരിക്കോരി തന്നിട്ടുണ്ടല്ലോ. ഒരു പെണ്ണിനെയും കൂടി കൂടെ കൂട്ടിയാലും അവൾക്ക് അല്ലല്ലില്ലാതെ കഴിയാനുള്ള സമ്പാദ്യം എനിക്കുണ്ട്. ഈ വയസ്സുകാലത്ത് ഇനിയൊരാളെ വേണ്ടെന്ന് വെച്ചതാ. പക്ഷേ സിസ്റ്റർ നിർബന്ധിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ? ഒരു വികട ചിരിയോടെ ജോസഫ് പറഞ്ഞു നിർത്തി. അത് കേട്ട് അമലിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുമന്നു. അവൻ സിസ്റ്റർ തെരേസയുടെ നേരെ തിരിഞ്ഞു. എൻ്റെ പൊന്നു സിസ്റ്ററെ, ഇയാളാണോ നിങ്ങൾ കണ്ടുപിടിച്ച വരൻ? ഇങ്ങേര് ഇതിനോടകം 3 കെട്ടിയവനാണ്. സ്വഭാവമാണെങ്കിൽ തനി തറവാടിയും. ഇല്ലാത്ത ദുശ്ശീലങ്ങളൊന്നുമില്ല ഇയാൾക്ക്. ഇതുപോലൊരു കൊടുംചതി മീരയോട് ചെയ്യുന്നതിലും ഭേദം അവരെ അങ്ങ് കൊന്നുകളയാമായിരുന്നില്ലേ? അമലിൻ്റെ വാക്കുകളിൽ വല്ലാത്തൊരു ആക്രോശമുണ്ടായിരുന്നു. സിസ്റ്റർ തെരേസ ശാന്തമായി അമലിനെ നോക്കി പറയാൻ തുടങ്ങി. എൻ്റെ അമലെ, നീ എന്നറിഞ്ഞിട്ടാ ഈ പറയുന്നത്? ഇയാൾ പണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നിരിക്കാം, പക്ഷേ ഇപ്പോൾ ഇയാൾക്ക് വലിയ മാറ്റമുണ്ട്. അല്ലെങ്കിൽ തന്നെ മീരയുടെ ഈ പശ്ചാത്തലത്തിൽ വേറെ ആരാ അവളെ കെട്ടാൻ വരിക? സിസ്റ്ററുടെ ആ വാക്കുകൾ ഒരു ചാട്ടുള്ളി പോലെ മീരയുടെ ഹൃദയത്തിൽ തറച്ചു. അവൾ ഞെട്ടലോടെ തല ഉയർത്തി അവരെ നോക്കി. എൻ്റെ ഈശോയെ, എല്ലാവരും മാറിയിരിക്കുന്നു, ഞാൻ മാത്രമാണ് മാറാത്തത്. അവൾ ഉള്ളിൽ തേങ്ങലോടെ പറഞ്ഞു. എല്ലാം എൻ്റെ തെറ്റാണ്. എൻ്റെ മുൻപിൽ ഡാനി അത്രയും വലിയൊരു ജീവിതം വെച്ച് നീട്ടി നിൽക്കുന്നു. അവനെ സ്വീകരിക്കാൻ എൻ്റെ അഭിമാനം സമ്മതിക്കുന്നില്ല. എങ്കിലും സിസ്റ്ററിന് എന്നോടെങ്ങനെ ഇത്രയധികം വലിയൊരു ചതി ചെയ്യാൻ കഴിഞ്ഞു? ഞാൻ അത്രയ്ക്കൊരു ബാധ്യതയായിപ്പോയോ? അതുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അവൾ മൗനമായി ദൈവത്തോട് പരിഭവം പറയുകയായിരുന്നു. ജോസഫ് ഇതൊന്നും ശ്രദ്ധിക്കാതെ ഡാനിയുടെ അരികിലേക്ക് അല്പം കൂടി ചേർന്നിരുന്നു. എന്നാൽ പിന്നെ വൈകിക്കേണ്ട, ആ ചടങ്ങങ്ങ് നടത്തിയേക്കാം. കുട്ടിയെ ഒന്ന് വിളിക്ക്. എനിക്കിഷ്ടപ്പെട്ടാൽ നാളെ തന്നെ വിവാഹം രജിസ്റ്റർ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പാടാക്കിയിട്ടാണ് എൻ്റെ ഈ വരവ്. സിസ്റ്റർക്ക് വേറെയും ഗസ്റ്റുകൾ ഉണ്ടെന്ന് തോന്നുന്നല്ലോ. ഒരു കുടിലമായ പുഞ്ചിരിയോടെ ജോസഫ് ഡാനിയെ നോക്കി. ഇതാരാ സിസ്റ്ററെ ഈ വിദേശി? നിങ്ങളുടെ അനാഥാലയത്തിലേക്ക് വല്ല ഡൊണേഷനും തരാൻ വന്നതായിരിക്കും അല്ലേ? സംഗതി കുറച്ചുകൂടി കൊഴിപ്പിക്കാൻ എന്നോണം ജോസഫ് പരിഹാസത്തോട് ചോദിച്ചു. അയ്യോ, പരിചയപ്പെടുത്താൻ മറന്നു. ഇത് ഡാനി, മീരയുടെ സുഹൃത്താണ്. എന്തോ അബദ്ധം പറ്റിയതുപോലെ സിസ്റ്റർ തപ്പിത്തടഞ്ഞുകൊണ്ട് പറഞ്ഞു. ഓഹോ, അപ്പോൾ ഇതാണോ സിസ്റ്റർ പറഞ്ഞ ആ പഴയ കഥയിലെ കഥാപാത്രം? ഇവൻ ആള് കൊള്ളാമല്ലോ, എന്നെക്കാളും ചെറുപ്പം. എന്നാലും ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ ഒരു കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. നല്ല പഴുത്ത വരിക്കച്ചക്ക പോലെ ഇരിക്കുന്ന ഇവനെ മാറ്റി വെച്ചിട്ട് എന്നെ പോലെ ഒരു മൂത്തുപോയ മുരിങ്ങയ്ക്കയെ മതിയെന്ന് ഏതെങ്കിലും പെണ്ണുങ്ങൾ പറയുമോ? അത് പറയുമ്പോൾ ജോസഫിന്റെ വാക്കുകളിൽ വല്ലാത്ത പുച്ഛം നിറഞ്ഞു നിന്നു. ഇത് സിഗ്നേച്ചർ ഓഫ് ലവ് മീര തുടരും. അടുത്ത ഭാഗവുമായി ഉടൻ കാണും വരെ ബൈ ബൈ, സ്റ്റേ സേഫ്.